നിരക്ക് കൂട്ടിയ ജിയോ അടക്കമുള്ള സ്വകാര്യ കമ്പനികളെ കടത്തിവെട്ടാൻ ഒരു കാലത്തെ മാർക്കറ്റ് ലീഡർ, ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനി, ഇന്ത്യയുടെ പ്രൈഡ് BSNL. BSNLന് തിരിച്ചു വരാൻ പറ്റുമോ? BSNL തിരിച്ചു വന്നാൽ നമ്മൾക്കുള്ള ഗുണം എന്താണ്? ഇപ്പോൾ നടക്കുന്ന ഗെയിമിൽ ടാറ്റയുടെ പങ്ക് എന്താണ്? 2024 ജൂൺ മാസത്തിൽ ജിയോ, എയർടെൽ, VI കമ്പനികൾ അവരുടെ റീചാർജ് നിരക്കുകളെല്ലാം വർദ്ധിപ്പിക്കുന്ന കാര്യം ജനങ്ങളെ അറിയിച്ചിരുന്നു. ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. സ്വകാര്യ കമ്പനികളുടെ വില വർദ്ധിപ്പിക്കൽ നയത്തിനെ എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോർട്ട് ടു BSNL, ബോയ്കോട്ട് ജിയോ എന്നുള്ള ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആവാൻ തുടങ്ങി. സത്യത്തിൽ എല്ലാവരും എതിർക്കുന്നു എന്ന് സത്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പരിശോധിച്ചാൽ BSNL ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. മൊബൈൽ ടെലികോം ഇൻഡസ്ട്രിയിൽ 40% ഷെയർ ജിയോയും, 32% ഷെയർ എയർടെലും, 19% ഷെയർ VIയുടെ പക്കലുമാണുള്ളത്. BSNL ആകട്ടെ വെറും 7% ഷെയർ മാത്രമേ ഇന്ത്യയിൽ വരുന്നുള്ളൂ. ശരിക്കും പലരും ആഗ്രഹിക്കുന്നത് പോലെ BSNLന് തിരിച്ചു വരാൻ സാധിക്കുമോ? ഒരു കാലത്ത് ഇന്ത്യയിലെ നമ്പർ 1 ടെലികോം കമ്പനിയായിരുന്ന BSNLന്റെ ഇന്നത്തെ സ്ഥിതിയുടെ കാരണം എന്താണ്? ഈ വിലപ്പെട്ട അറിവുകൾ നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ഇൻവെസ്റ്റ് സ്മാർട്ട് കേരള. 2000-ലാണ് BSNL അഥവാ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന പൊതുമേഖലാ കമ്പനി രൂപം കൊള്ളുന്നത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കണക്ടിവിറ്റി നൽകുക എന്നായിരുന്നു അതിന്റെ ലക്ഷ്യം. അതിലൂടെ സാധാരണക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിലാക്കുക. 2002-ൽ 2G സേവനങ്ങളും 2005-ൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും അവർ കൊണ്ടുവന്നു. പിന്നീട് BSNLന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അക്കാലത്ത് BSNLനോട് മത്സരിക്കാൻ പ്രൈവറ്റ് കമ്പനികൾ കുറവായിരുന്നു. മിക്ക പ്രൈവറ്റ് കമ്പനികളും പട്ടണങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. കാരണം പ്രൈവറ്റ് കമ്പനികൾ ലാഭം മാത്രമാണ് നോക്കിയിരുന്നത്. എന്നാൽ BSNL ആകട്ടെ സർക്കാർ കമ്പനി ആയതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ ദൂരെയുള്ള ഗ്രാമങ്ങളിൽ മലനിരകളിലും വിദൂര പ്രദേശങ്ങളിലും അവർ കണക്ഷനുകൾ സ്ഥാപിച്ചു. അവർ ലാഭം നോക്കാതെ മറ്റു കമ്പനികളെക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് തന്നെ 2001 മുതൽ 2008 വരെ ഒരിക്കൽ പോലും BSNL നഷ്ടത്തിലായില്ല. 8 വർഷം കൊണ്ട് BSNL 47,000 കോടി രൂപയാണ് BSNL ലാഭമുണ്ടാക്കിയത്. 2004-2005 സാമ്പത്തിക വർഷത്തിൽ മാത്രം 10,000 കോടിയുടെ ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയായി BSNL മാറുകയായിരുന്നു. 2009-2010 സാമ്പത്തിക വർഷത്തിൽ ചരിത്രത്തിൽ ആദ്യമായി കമ്പനി നഷ്ടത്തിലായി. അത് കുറച്ചൊന്നുമല്ല, 18,000 കോടിയുടെ നഷ്ടമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ BSNL ലാഭമുണ്ടാക്കിയിട്ടില്ല. എന്നാൽ എന്തായിരിക്കും BSNLന്റെ തകർച്ചയുടെ കാരണം? ഇതിൽ ഒന്നാമത്തെ കാരണമായിരുന്നു 2004 മുതൽ കമ്പനിയിൽ ചില അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയിരുന്നു. ആ കാലഘട്ടത്തിലായിരുന്നു അന്നത്തെ ടെലികോം മിനിസ്റ്ററായ ദയാനിധി മാരൻ തന്റെ പദവി മിസ്യൂസ് ചെയ്തതായി റിപ്പോർട്ട് വരുന്നത്. തന്റെ പ്രൈവറ്റ് കമ്പനിയായ സൺ നെറ്റ്വർക്കിന് വേണ്ടി 700-ലധികം ഹൈസ്പീഡ് കണക്ഷനുകൾ ഇല്ലീഗലായിട്ട് നൽകിയെന്നായിരുന്നു ആരോപണം. വിവാദത്തെ തുടർന്ന് ദയാനിധി മാരൻ ക്യാബിനറ്റ് യൂണിയനിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. 2007-ൽ ദി വൈമാക്സ് ടെക്നോളജി ഉപയോഗിച്ച് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് തുടങ്ങാൻ BSNL പദ്ധതിയിട്ടിരുന്നു. പക്ഷെ അതും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയിൽ ഒന്നായ 2G സ്പെക്ട്രം സ്കാമിലേക്കാണ് BSNLനെ കൊണ്ടെത്തിച്ചത്. ദി വൈമാക്സ് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BSNL വിവിധ കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ സുതാര്യമായി നടക്കേണ്ട ഈ ടെൻഡർ നടപടിയെ അന്നത്തെ ടെലികോം മിനിസ്റ്റർ A രാജ നേരിട്ട് ഇടപെടുകയും അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള കമ്പനികൾക്ക് മാത്രം ടെൻഡർ നൽകുകയും ചെയ്തു. ടെൻഡറിന് അർഹതപ്പെട്ട കമ്പനികളെ ഒഴിവാക്കുകയും ചെയ്തു. ഇതായിരുന്നു CBIയുടെ കണ്ടെത്തൽ. 2G സ്പെക്ട്രം അഴിമതിയിൽ ആകെ നോക്കിക്കഴിഞ്ഞാൽ 1.76 ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഇന്ത്യക്കുണ്ടായത്. ഈ സമയത്ത് എയർടെൽ, ഐഡിയ, വോഡഫോൺ എന്നീ കമ്പനികൾ എക്സ്പാൻഷൻ ചെയ്തു പോയി. അവർ ടെക്നോളജികൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അഴിമതി കാരണം BSNLന് അവരുടെ ടെക്നോളജികൾ ഒന്നും തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാരണമായിരുന്നു റൂഡ് സ്റ്റാഫും അവരുടെ മോശം സർവീസുകളും. BSNL ഒരു സർക്കാർ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവനക്കാരുടെ ഇടയിൽ ഒരു സ്വകാര്യ അഹങ്കാരമുണ്ടായിരുന്നു. അവർ അന്നത്തെ മാർക്കറ്റ് ലീഡർ ആയിരുന്നല്ലോ. ഉദാഹരണത്തിന് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ വേണമെങ്കിൽ പ്രൈവറ്റ് കമ്പനികളെ വിളിച്ചാൽ 1-2 ദിവസത്തിനുള്ളിൽ അവർ കണക്ഷൻ തന്നിട്ട് ID വാങ്ങിയിട്ട് പോകും. എന്നാൽ BSNLന്റെ കണക്ഷൻ ആണ് വേണ്ടതെങ്കിൽ അവരുടെ ഓഫീസിൽ പോയി അപേക്ഷ ചെയ്യണം. അവർ ഒരാഴ്ച സമയം എടുക്കുമെന്ന് പറഞ്ഞ് തിരികെ അയക്കും. ഒരാഴ്ചയിൽ കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും പോയി പരാതിപ്പെടണം. അങ്ങനെ അവരുടെ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇത് കാരണം ജനങ്ങൾ പ്രൈവറ്റ് കമ്പനിയിലേക്ക് മാറാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു.
മൂന്നാമത്തെ കാരണമായിരുന്നു ജിയോയുടെ എൻട്രി. ജിയോ വന്നിട്ട് പറഞ്ഞു കുറഞ്ഞ നിരക്കിൽ ഡാറ്റ കണക്ഷൻ, അല്ല ഫ്രീ ആയിട്ട് തന്നെ ഡാറ്റ തരാം, അതും 3G അല്ല 4G. BSNL ആകട്ടെ പകുതി കസ്റ്റമർ 2Gയിലും പകുതി കസ്റ്റമർ 3Gയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ജിയോയുടെ വരവിൽ പ്രൈവറ്റ് കമ്പനികളായ ടാറ്റ ഡോകോമോ, എയർസെൽ എന്നീ കമ്പനികൾ പൂട്ടിപ്പോവുകയും ബാക്കിയുള്ള കമ്പനിയായ എയർടെൽ, ഐഡിയ, വോഡഫോൺ കമ്പനികളുടെ ഷെയറുകൾ ഇടിയുകയും ചെയ്തു. വോഡഫോണും ഐഡിയയും ഒന്നിച്ചതുകൊണ്ട് മാത്രം അവർ ഇപ്പോഴും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതായിരിക്കും, BSNL തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ? ഞാൻ പറയും ചാൻസ് ഉണ്ടെന്ന്. എന്തെന്ന് വെച്ചാൽ 3 കാരണങ്ങൾ കൊണ്ടാണ് BSNL തിരിച്ചു വരാൻ ചാൻസ് ഉള്ളത്. ഒന്നാമത്തെ കാരണം ഇന്നത്തെ ഗവൺമെന്റ് മോദി സർക്കാരാണ്. അവസാന 4-5 വർഷത്തിൽ 3 ലക്ഷം കോടിയുടെ ഫണ്ടാണ് BSNLന്റെ ഡെവലപ്മെന്റിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കാരണം മോദി സർക്കാരിനേക്കാളും വിശ്വാസം ടാറ്റയിലാണ്. BSNL പറയുന്നത് 2024 ജനങ്ങളിലേക്ക് 4G എത്തിക്കും, 2025 കൂടി 5G സേവനവും ഉറപ്പുവരുത്തും. ഈ പ്രൊജക്ട് ടാറ്റ കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസിക്ക് 15,000 കോടിയുടെ കോൺട്രാക്റ്റിനാണ് TCSന് കൊടുത്തിട്ടുള്ളത്. ടാറ്റ പറയുന്നത് 2024 എല്ലാവർക്കും 4G ലഭ്യമാകും, 2025 അത് 5G ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും, അതും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിലൂടെ. മൂന്നാമത്തെ കാരണം പബ്ലിക് സപ്പോർട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പ്രൈവറ്റ് കമ്പനികൾ അവരുടെ ലാഭം മാത്രമാണ് നോക്കുന്നത്. BSNL പൂട്ടിപ്പോയാൽ പിന്നെ പ്രൈവറ്റ് കമ്പനികൾ വീണ്ടും അവരുടെ ചാർജുകൾ അവർക്ക് തോന്നും വിധം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പ്രൈവറ്റ് കമ്പനികളുടെ കുത്തക ഒഴിവാക്കാൻ വേണ്ടി I support BSNL. നിങ്ങളോ?